റാപ്പർ വെയ്ഡനെതിരെ NIAയ്ക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും പരാതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധിക്ഷേപിച്ച് പാട്ട് പാടിയതിനെതിരെയാണ് പരാതി. പാലക്കാട് നഗരസഭയിലെ BJP കൗൺസിലർ മിനി കൃഷ്ണകുമാറാണ് പരാതി നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, നമ്മളോടൊപ്പം BJP കൗൺസിലർ മിനി കൃഷ്ണകുമാരും ചേരുന്നുണ്ട്. എന്താണ് മിനി കൃഷ്ണകുമാർ ഈ പരാതിയിലൂടെ ഉന്നയിക്കുന്നത്? കഴിഞ്ഞ ദിവസമാണ് ഈ റാപ്പർ വേടൻ ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തെ കപട ദേശവാദിയെന്നും വാളെടുത്തവൻ്റെ കയ്യിലാണ് രാജ്യമെന്നൊക്കെ വളരെ മോശമായി അപകീർത്തിപ്പെടുത്തുന്ന ആ വാർത്ത നമ്മൾ ജനം TV പുറത്തുവിട്ടത്. ആ സംഭവത്തിലാണ് ഇപ്പോൾ മിനി കൃഷ്ണകുമാർ NIAയ്ക്കും അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിനും പരാതി നൽകിയിരിക്കുന്നത്. പാലക്കാട് നഗരസഭയിലെ കൗൺസിലർ കൂടെയാണ്, BJPയുടെ കൗൺസിലർ കൂടെയാണ് മിനി കൃഷ്ണകുമാർ. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്, എന്താണ് ഈ ഒരു പരാതി പ്രധാനമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്? അദ്ദേഹത്തിന് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ കപടദേശവാദി, അതുപോലെ തന്നെ വാളെടുത്തവൻ, പിന്നെ ഊരു ചുറ്റുന്നവൻ, ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങളിലൂടെയാണ് ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറായിട്ടുള്ള ഈ റാപ്പർ വേടൻ സമൂഹത്തിന് മുന്നിലേക്ക് പ്രചരിപ്പിച്ചു വിട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു റാപ്പ് മ്യൂസിക് വേദിയിൽ ഒരു ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ആ ഓഡിയൻസ് ഇദ്ദേഹം പറയുന്നതെല്ലാം അതേപടി സ്വീകരിക്കും. ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ടു, അദ്ദേഹം തെറി പറഞ്ഞാലും കൈയടിക്കുന്ന തരത്തിലുള്ള ഒരു സമൂഹമാണ് അവിടെയുള്ളത്. എന്ന് വെച്ചാൽ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും കെട്ടുറപ്പിനെയും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു സമാജത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഇത്തരത്തിലുള്ള മ്യൂസിക് നൈറ്റിലൂടെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിനെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പടത്തലവനെ അപമാനിക്കുന്ന തരത്തിലുള്ള കാര്യമാണ്. അത് മറ്റൊരു കൺട്രിയിലാണ് ഇത് നടന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും റാപ്പർ വേടൻ ഇപ്പോൾ അഴിക്കുള്ളിലാവും. ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിലാണ് ഇത് സോഷ്യൽ മീഡിയയിലൂടെ പോപ്പുലറൈസ് ആയിട്ട് വന്നത്. ഇത് വളരെ വേദനാജനകമാണ്. ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള നിലയിൽ വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ് ഇത് നമ്മൾ കേൾക്കുക എന്നുള്ളത് പോലും. അതിനെ വേറെ രീതിയിൽ സമൂഹത്തിൽ അതുപോലെ അടിമത്ത വ്യവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അടിമത്ത വ്യവസ്ഥ എന്നേ അംബേദ്കർ എല്ലാം, ബഹുമാനപ്പെട്ട അംബേദ്കർ എല്ലാം നിർത്തിയ ഒരു കാര്യമാണ്. അതിപ്പോൾ തിരിച്ചു വരുന്ന രീതിയിൽ അത് പുതിയ ജനറേഷനിലേക്ക് ഇഞ്ചക്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളത് നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഹിന്ദു മതത്തിലെ ജാതീയതയെ പരസ്പരം മോശമായി ഒരു ദുരുദ്ദേശത്തോടുകൂടി ചിത്രീകരിച്ച് അത് യുവജനങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത്? അതെല്ലാം നമുക്ക് അന്വേഷിക്കേണ്ട കാര്യം തന്നെ. അതങ്ങനെ ഒരു സാധാരണ രീതിയിൽ തള്ളിക്കളയാവുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് NIA പോലുള്ള ഒരു രഹസ്യാന്വേഷണ വിഭാഗം തന്നെ ഇത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയത്. കേരള പോലീസിൽ ഒരു പരാതി നൽകിയിട്ടും കാര്യമില്ല എന്ന് കരുതിയിട്ട്? അല്ലല്ല, കേരള പോലീസിൽ എന്തിനാണ് പരാതി നൽകേണ്ട ആവശ്യം ഈ വിഷയത്തിൽ? കേരള പോലീസിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. റാപ്പർ വേടൻ വന്ന സംഗീത നിശയിൽ അവിടെ ഉണ്ടാകുന്ന കുപ്പികൾ പെറുക്കാനും അതുപോലെ തന്നെ അവിടെ വന്ന് മദ്യപിച്ച് ലക്ക് കെട്ട് നിലത്ത് വീഴുന്ന ആളുകളെ എല്ലാം തൂക്കിയെടുത്തുകൊണ്ട് പോരാൻ മാത്രമേ കേരള പോലീസിനാവുള്ളൂ. അത് നമ്മൾ കണ്ടതാണ്. പാലക്കാട് വേദിയിൽ വെച്ച് റാപ്പർ വേടൻ്റെ സംഗീത നിശ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അതെല്ലാം നേരിട്ട് കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും ഒരു കാര്യവുമില്ല. ഇത് രഹസ്യാന്വേഷണ ഏജൻസി തന്നെ അന്വേഷിക്കേണ്ട കാര്യമാണ്. ഒരു സമാജത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങൾ, രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം അന്വേഷിക്കേണ്ട ഏജൻസി കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ്. പരാതിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്? ഇതെല്ലാം തന്നെ ഈ ജാതീയമായ സ്പ്ലിറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രധാനമന്ത്രി അധിക്ഷേപിച്ച കാര്യങ്ങൾ, അതെല്ലാം അദ്ദേഹം മറുപടി പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പരാമർശിച്ചെന്ന്? ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിൽ ഒരു കലാകാരൻ, അതായത് ഒരു ഇൻഫ്ലുവൻസർക്ക് ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതിനി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് എന്താണ്, അതിൻ്റെ പശ്ചാത്തലം എന്നൊക്കെ അന്വേഷിക്കേണ്ടത് രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കട്ടെ. ഈ വേടൻ്റെ പുറകിൽ ജിഹാദികളോ അതല്ലെങ്കിൽ അർബൻ നക്സലുകളൊക്കെ ഉണ്ട്, അവരുടെ ഒരു ടൂളായിട്ട് പ്രവർത്തിക്കുകയാണെന്ന് നേരത്തെ കേസരിയുടെ മുഖ്യ പത്രാധിപർ NR മധു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടോ ഈ പരാതിയിലും? അതായത് ഇതിൽ അർബൻ നക്സലുകളാണെങ്കിലും ജിഹാദികളാണെങ്കിലും ഇത് ഉടനെ പുറത്തു വരും. ഇത് അങ്ങനെ മൂടി വയ്പ്പിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളല്ല. ഇത്രയും ഒരു ഫംഗ്ഷൻ മൊബിലൈസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള സ്പോൺസേഴ്സ് ഉണ്ടാവുമല്ലോ. ആ സ്പോൺസേഴ്സ് ആരൊക്കെയാണെന്ന് കണ്ടെത്തണം. ആ സ്പോൺസേഴ്സിനുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തണം. ഇതെല്ലാം കേന്ദ്ര ഏജൻസി അന്വേഷിച്ചോട്ടെ.
അതുതന്നെയാണ്. ഏതായാലും കൃത്യമായിട്ട് തന്നെ കേന്ദ്ര ഏജൻസി ഇത്തരം കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് മിനി കൃഷ്ണകുമാർ പരാതിയിൽ പ്രധാനമായിട്ട് പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മോശമായ രീതിയിൽ തന്നെ അദ്ദേഹത്തെ കുറിച്ചുള്ള വാക്കുകൾ നമ്മൾ ജനം TV നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. ഒന്ന്, അദ്ദേഹത്തെ കപട ദേശവാദി എന്ന് ഒരിടത്ത് പറയുന്നു, മറുവശത്താണെങ്കിൽ അദ്ദേഹത്തെ വാളെടുത്തവൻ്റെ കയ്യിലാണ് രാജ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപകീർത്തിപ്പെടുത്തുന്നു. അവസാനം കനലൊരു തരി മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ പാട്ട് നിർത്തുന്നത്. ഏതായാലും 5 വർഷം മുൻപാണ് യൂട്യൂബിൽ ഈ പാട്ട് അപ്ലോഡ് ചെയ്തത്. ഇപ്പോഴും അത് യൂട്യൂബിൽ അവൈലബിൾ ആണ്. പോലീസാണെങ്കിൽ അതിൽ യാതൊരു നടപടിയോ മറ്റൊന്നും സ്വീകരിച്ചിരുന്നതുമില്ല എന്നുള്ളതാണ്. ഏതായാലും ആ 5 വർഷത്തിന് ശേഷവും ഇത്തരം ഒരു പാട്ടുണ്ട് എന്നുള്ളത് പൊതുസമൂഹത്തിന് പൊതുവെ അറിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്തതോടുകൂടെയാണ് പൊതുജനത്തിൻ്റെ മധ്യത്തിൽ തന്നെ അല്ലെങ്കിൽ ദേശവാദികളായിട്ടുള്ള ആളുകളുടെ അടുത്ത് തന്നെ ഇങ്ങനെയൊരു പാട്ട്, അതായത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ തന്നെ അധിക്ഷേപിച്ചുകൊണ്ട് ഈ റാപ്പറായ വേടൻ പാടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മളുടെ വാർത്ത പുറത്തു വന്നതോടുകൂടെയാണ് പലരും അറിഞ്ഞത്. ഏതായാലും ആ വാർത്ത അറിഞ്ഞതിന് പിന്നാലെയാണ്, അല്ലെങ്കിൽ ആ വാർത്ത കൂടുതൽ ആളുകളിലേക്ക് എത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ NIA ക്കും പരാതി നൽകിയിരിക്കുന്നത്.